1000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുനെ തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട? ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. സർവശക്തനായ അല്ലാഹുവാണ് നമ്മുടെ റീഡിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷിതാവായ അല്ലാഹുവാണ്. മറ്റേ ശിവാശേക്കും വൈദ്യശേക്കും മടപൂർവൊന്നുമല്ല. മുജാഹിദെന്ന് പറയുമ്പോൾ അവർ മുജാഹിദ് എന്ന് പറയും. തൗഹീദാണ്. അല്ലാഹു നിയന്ത്രിക്കുന്നത് അവൻ്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ബന്ധം, ഇലാഹിയായ പ്രവർത്തനങ്ങൾ വളരെയധികം സൂക്ഷ്മയോട് പ്രവർത്തിക്കുന്ന റബ്ബ്, നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട റബ്ബ്, ആക്ട് ചെയ്യുന്ന റബ്ബ്. നബിയെ ആരെങ്കിലും എന്നെപ്പറ്റി ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഒരു വൈദ്യരും കൂടി പറയില്ല. ഒരു വൈദ്യർ തങ്ങൾ കണക്കെഴുതുന്ന മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ്. അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു, അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. സർവശക്തനായ അല്ലാഹുവാണ് നമ്മുടെ റീഡിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷിതാവായ അല്ലാഹുവാണ്. മറ്റേ ശിവാശേക്കും വൈദ്യശേക്കും മടപൂർവൊന്നുമല്ല. മുജാഹിദെന്ന് പറയുമ്പോൾ അവർ മുജാഹിദ് എന്ന് പറയും. തൗഹീദാണ്. 1000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുനെ തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. സർവശക്തനായ അല്ലാഹുവാണ് നമ്മുടെ റീഡിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനത്തിനും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷിതാവായ അല്ലാഹുവാണ്. മറ്റേ ശിവാശേക്കും വൈദ്യശേക്കും മടപൂർവൊന്നുമല്ല. മുജാഹിദെന്ന് പറയുമ്പോൾ അവർ മുജാഹിദ് എന്ന് പറയും.